നമസ്കാരം, ഞാൻ കാവ്യ. എല്ലാവർക്കും ഓപ്പോൾ ടോക്സിലോട്ട് സ്വാഗതം. ഞാനിന്ന് നമ്മുടെ വീട്ടിലല്ല, ഞങ്ങളിന്ന് ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നാണ്. വീട്ടിൽ വന്നപ്പം അവിടെ ചക്ക കണ്ടു, നല്ല നാടൻ ചക്ക കണ്ടു. അത് കഴിഞ്ഞ ശേഷം നോക്കിയപ്പം പച്ചക്കുരുമുളക് കിട്ടി, അവിടെ തന്നെ കാന്താരിയും ഉണ്ട്. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു, അങ്ങനെ പുള്ളി പോയിട്ട് 2 കിലോ നാടൻ പോത്തിറച്ചി ഇങ്ങ് മേടിച്ചു. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്തിറച്ചിയിൽ ചക്ക വെട്ടാൽ എങ്ങനെ ഇരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പായി നമ്മുടെ ഈ വീഡിയോ, ഞാനിടുന്ന ഓപ്പോൾ ടോക്സിലെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും നിർദ്ദേശമൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാം. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവുകയാണ്. ഇന്ന് 1.5 കിലോ പോത്തിറച്ചിയാണ് നമ്മൾ എടുത്തേക്കുന്നത്. തനി നാടൻ പോത്തിറച്ചി തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഈ പോത്തൂട്ടനെ ഒന്ന് നല്ല പോലെ കഴുകിയെടുക്കാം. ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോത്തിറച്ചി, അതുപോലെ ചക്കയും കണ്ടോ, ചക്കക്കുരുവും കൂടെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ചക്കയും ചക്കക്കുരുവും കൂടെ ഏകദേശം ഞാൻ ഒരു പ്ലേറ്റ് നിറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായ സാധനങ്ങൾ: മല്ലിപ്പൊടി ഒരു 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ കാശ്മീരി മുളക് പൊടിയാണ്, ഞാൻ അല്ലാത്ത മുളക് പൊടി ഇതിൽ യൂസ് ചെയ്യുന്നില്ല. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്. ഇത് മീറ്റ് മസാലയാണ്, മീറ്റ് മസാല ഒരു 3 ടീസ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് ചുവന്നുള്ളി, 1/2 കിലോ ചുവന്നുള്ളിയാണ് ഞാൻ ഈ ഒരു കിടുക്കാച്ചി ഐറ്റത്തിന് നമ്മൾ എടുത്തേക്കുന്നത്. ഇതിൽ നമ്മൾ സവാള ഒട്ടും തന്നെ ചേർക്കുന്നില്ല. ചെറിയ ഒരു 1/2 മുറി തേങ്ങ ചിരണ്ടിയതാണ് ഇതിലുള്ളത്. പിന്നെ വേണ്ടത് 2-3 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഒരു കുറച്ച് കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ്. വെളുത്തുള്ളി എപ്പോഴും നമ്മുടെ വയറിന് നല്ലതായതുകൊണ്ട് വെളുത്തുള്ളി എപ്പോഴും ഞാൻ കൂടുതൽ എടുക്കും, നിങ്ങളും കൂടുതൽ എടുക്കുക. പിന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ് നല്ല നാടൻ പച്ചക്കുരുമുളക്. അത് നമ്മളിപ്പോൾ പറിച്ചെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പച്ചക്കുരുമുളക് ചേർക്കുന്നു. കുരുമുളക് ഇല്ലാത്തവരൊന്നും വിഷമിക്കേണ്ട. ഇതിൽ നമുക്ക് കുരുമുളക് പൊടി ആയാലും മതി. അതുപോലെ തന്നെ ഞാൻ പച്ചമുളകിന് വേണ്ടി ഇതിവിടെ നിന്ന് പറിച്ചെടുത്ത കാന്താരിയാണ് ഉപയോഗിക്കുന്നത്. കാന്താരി മുളക് ഇല്ലെങ്കിൽ സാധാരണ പച്ചമുളക് തന്നെ എടുത്താൽ മതി. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് 1, 2, 3 അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുത്താൽ മതി. ഞാനിതിങ്ങനെ മുഴുവനും പാടെ കിട്ടിയപ്പോൾ അത് അങ്ങനെ തന്നെ എടുത്തുന്നുള്ളൂ. ഞാനതിൽ കുറച്ച് എടുക്കുള്ളൂ. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, പിന്നെ ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അപ്പം ഞാൻ ബീഫ് നമ്മുടെ ഇൻഡാലിയത്തിൻ്റെ ഉരുളിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ എടുത്തു വെച്ച വെളുത്തുള്ളി, പച്ചക്കുരുമുളക്, പിന്നെ കാന്താരി മുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇതെല്ലാനും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നല്ലപോലെ ഫൈനായിട്ട് ചതയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇതെല്ലാനും കൂടെ ഞാൻ ചതച്ചേക്കുന്നതാണ്. ബാക്കി നമുക്ക് വഴറ്റണ സമയത്ത് എടുക്കാം കേട്ടോ. അപ്പം നമുക്കിതെല്ലാനും കൂടെ നല്ലപോലെ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്, നമ്മുടെ പോത്തിറച്ചിയിലോട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് കുറച്ച് മതി ഈ സമയത്ത്. കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലോട്ട് ഇടുന്നുണ്ട്. അതുപോലെ കുറച്ച് ഉപ്പ്. അപ്പം നമ്മളിത് നമ്മുടെ പോത്തിറച്ചി വേവിക്കാൻ വെക്കുകയാണ്. ഉപ്പ്, അതുപോലെ ഞാൻ നേരത്തെ ഈ ഇൻഗ്രീഡിയൻസ് പറഞ്ഞില്ല, എൻ്റെ മെയിനാണ് കറിവേപ്പില. ഇത്രയും വെച്ച് നമ്മൾ ഈ പോത്ത് നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കുകയാണ്. ആ പച്ചക്കുരുമുളകും കാന്താരിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടത് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിത് നമ്മുടെ അടുപ്പിലോട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം. നമുക്ക് മൂടികൾ വെച്ച് ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ. ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന നാളികേരം നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ വറുക്കുന്നതിൽ നമ്മൾ ഒന്നും തന്നെ ചേർക്കുന്നില്ല, മുളക് പൊടിയോ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇത് നല്ലപോലെ ഫൈനായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ പോത്തിറച്ചി അവിടെ ഇരുന്ന് വേവട്ടെ. ഞാൻ നമ്മുടെ തേങ്ങ വറുത്തിട്ടുണ്ട്. അതിലൊരിച്ചിരി എണ്ണ മാത്രം ഒഴിച്ച് വറുത്തതാണ്, വേറെ ഒന്നും ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. ഇത് ഒന്ന് നേരിയൊരു ചൂടാറിയ ശേഷം നല്ല ഫൈനായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഞാൻ നമ്മുടെ പോത്തിറച്ചി ഏത് പരുവായി നോക്കിയത് നല്ലപോലെ
ഏകദേശം നല്ലപോലെ വെന്തിട്ടുണ്ട് നമ്മുടെ പോത്തിറച്ചി. നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ചക്കയും ചക്കക്കുരു നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ ചക്കക്കുരുവും ചക്കയും ഒരുപാട് വേവരുത്. കാരണം നമ്മളിനി ഇതിലേക്ക് ഉള്ളിയൊക്കെ വഴറ്റിയ ശേഷം ഒന്നിത് ഇതാക്കും, നല്ലപോലെ ഒന്ന് ഇതിലേക്ക് പെരണ്ട് പിടിക്കും. അപ്പോഴേക്കും അല്ലെങ്കിൽ ചക്ക എന്താ പറയുക വെന്തങ്ങോട്ട് ഉടഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് പതുക്കെ വെന്ത് കഴിയുമ്പോഴേക്കും നമുക്കിത് മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കുക. ഈ സമയത്ത് എനിക്ക് പുക വന്നിട്ട് കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ പോത്തിറച്ചിയിൽ ചക്ക ഇട്ടിട്ട് എന്തായെന്നൊന്ന് നോക്കാം നമുക്ക് കേട്ടോ. ഇതാ നമ്മുടെ ചക്കക്കുരു എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ചക്കക്കുരു ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പം ഞാനിത് നമ്മുടെ അടുപ്പിൽ നിന്ന് ഇറക്കാൻ പോവുകയാണ്. എന്നിട്ട് നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് ഉള്ളിയൊക്കെ വാട്ടാം. അപ്പം ഞാനിതിപ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കാം കേട്ടോ. ഞാൻ ദേ നമ്മുടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ചൂടാവുന്നത് കൊണ്ട് ഇതേ നല്ലപോലെ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് നമ്മുടെ കറിവേപ്പില പൊട്ടിത്തെറിച്ചു. അതിലേക്ക് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ നന്നാക്കി വെച്ചിരിക്കുന്ന ഉള്ളി അതതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ഉള്ളി എന്താ പറയുക അരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം അതൊന്ന് വാടി വരട്ടെ കേട്ടോ. നമുക്ക് വാടുന്നവരെ ഒന്ന് അധികം വാടുകയൊന്നും വേണ്ട, ഒന്ന് വാടുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതേ നമ്മുടെ ചുവന്നുള്ളി നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന കാന്താരിമുളക്, പച്ചക്കുരുമുളക്, ബാക്കിയുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ കൂടെ ഞാൻ ചതച്ചേക്കുന്നതാണ്. കാന്താരിമുളകും പച്ചക്കുരുമുളകും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ പച്ചമുളകും മറ്റേ കുരുമുളക് പൊടിയും മതി. കുരുമുളക് പൊടി അപ്പം നമ്മുടെ പൊടിയുടെ കൂടെ ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാനിവിടെ പച്ചമുളകും അല്ല കാന്താരിയും പച്ചക്കുരുമുളകും കിട്ടിയോണ്ട് മാത്രം ചേർക്കുന്നതാണ് കേട്ടോ. അപ്പം നമുക്കത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടുത്തെ ഈ പറമ്പ് മുഴുവനും കാന്താരി തൈകളാണ്, നിറയെ കാന്താരിയാണ്. അപ്പോൾ ഇതൊന്ന് വാടട്ടെ. ഒരുപാട് വാടണ്ട, ഒന്ന് ഈ പച്ചമണമൊക്കെ ഒന്ന് മാറിയാൽ മതി. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മുടെ വെളുത്തുള്ളിയുടെയും കാന്താരിയുടെ ഒക്കെ ഒരു പച്ചക്കുത്ത് ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചേക്കുന്ന മല്ലിപ്പൊടി, പിന്നെ എന്താണ് മീറ്റ് മസാലപ്പൊടി, ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി, കാശ്മീരി പൊടി, ഗരം മസാല ഇതെല്ലാ പൊടികളും കൂടെ നമ്മൾ ഇതിലോട്ട് തട്ടണം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ വേറെ എണ്ണ ഒഴിക്കുന്നില്ല, കാരണം നല്ല നെയ്യുള്ള പോത്തിറച്ചിയാണ്. ഇതൊന്ന് ഇതാവട്ടെ. ഇപ്പോൾ കണ്ടോ, എല്ലാ പൊടികളും കൂടെ നമ്മുടെ എന്താ പറയുക വെളുത്തുള്ളിയിലോട്ടും ഉള്ളിയിലോട്ടൊക്കെ നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വെന്തിരിക്കുന്ന നമ്മുടെ പോത്തിറച്ചിയിലോട്ടും ചക്കയിലോട്ടും കൂടി ഇതങ്ങോട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സാക്കാം. അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പോത്തിറച്ചിയും ചക്കയും അതൊന്നും കൂടെ ഞാനെടുത്ത് അടുപ്പിലോട്ട് വെച്ചു. അത് ഇപ്പോൾ തിളക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ സമയത്ത് നമ്മൾ നേരത്തെ നാളേരം വറുത്തിട്ടുണ്ടായില്ലേ, അത് ഞാൻ അരച്ചു കൊണ്ടുവന്നുണ്ട്. അത് മാത്രം അതിലോട്ട് ഇട്ടുന്നു. ഇതിൽ വേറെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. നേരത്തെ നിങ്ങൾ കാണിച്ച പോലെ തന്നെ നാളേരം മാത്രം വറുത്ത് ഇട്ടുള്ളൂ. അത് അരച്ച അരപ്പ് ഞാൻ അതിലോട്ട് ചേർത്തു. അതുപോലെ തന്നെ അത് ആ ജാറൊന്ന് കഴുകിയ വെള്ളമാണത്,
അതും കൂടെ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയുടെയൊക്കെ കൂടെ മസാല ഇതിലോട്ട് ഇടുന്നത്. അത് ഞാൻ ഇതിലോട്ട് എടുത്തു വെച്ചിരുന്ന മസാല ഇതിലോട്ട് ഇടുവാണ്. ആഹാ, ഓഹോ, നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കും. നമ്മൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പ് നോക്കാം കേട്ടോ. ഞാൻ നേരത്തെ ആ സമയത്ത് ബീഫിലിട്ട ഉപ്പ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് നോക്കട്ടെ ഉപ്പ് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ. പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഇത്തിരി ഗരം മസാല. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതൊന്ന് അവിടെ ഇരുന്ന് പതുക്കെ തീരൊന്നിരുന്ന് ഒന്ന് എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. ഒന്നിരുന്ന് അത് നമ്മുടെ കറിയുടെ എണ്ണ തെളിയട്ടെ കേട്ടോ. ഇതേ നമ്മുടെ കിടുക്കാച്ചി ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പോത്തിറച്ചിയിൽ ചക്ക വെട്ടപ്പോൾ. കണ്ടോ, പോത്തിറച്ചിയിൽ ചക്ക വെട്ടപ്പോൾ ഇത് ഇങ്ങനെ തിളയ്ക്കും. നല്ല അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. അടിപൊളി കിടുക്കാച്ചി ഐറ്റമാണ്. അപ്പോൾ ദേ നമ്മുടെ പോത്തിറച്ചിയിൽ ചക്ക വിടുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയോ? ദേ ഇങ്ങനെയാണ് നമ്മുടെ പോത്തിറച്ചിയിൽ ചക്ക വിടുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കാം എങ്ങനെയാണെന്ന്. എൻ്റെ ടേസ്റ്റ് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഞാനൊരു കഷ്ണം ബീഫ് എടുത്തിട്ടുണ്ട്, അതേപോലെ ചക്ക എടുത്തിട്ടുണ്ട്, ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇതെല്ലാവരും കൂടെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. നല്ല സൂപ്പറായിട്ടുണ്ട്. ആ ചക്കക്കുരും ചക്കയും ആ കുരുമുളകിൻ്റെ എല്ലാവരും കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഇത്തിരി ചക്ക കിട്ടുമ്പോൾ ഇത്തിരി ബീഫും കൂടെ മേടിച്ചിട്ട് വീട്ടിലുണ്ടാക്കി നോക്കുക. ഏത് സംഭവം, ചോറിനാണെങ്കിലും 4 മണിക്ക് കഴിക്കാനാണെങ്കിലും ബ്രെഡിനാണെങ്കിലും ഒക്കെ ഇത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.